ഹലോ എവ്രി വൺ വെൽക്കം ടു Q3 വേൾഡ്. ഇന്ന് നമുക്ക് 1 കിലോയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ 2 കളറിലാണ് കേക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കളറായിട്ട് എടുത്തത് വയലറ്റ് കളറാണ്. നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു പെറ്റൽ നോസിലാണ്. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിലിൻ്റെ നമ്പർ ഈ ഒരു ഇതിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ നോക്കി നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. 2 ഡ്രോപ്സ് പിങ്കും 3 ഡ്രോപ്സ് ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് കളർ കിട്ടിയിട്ടുള്ളത്. ഈ കളർ ക്രീം നമ്മൾ എടുക്കുന്നത് റോസസ് പൈപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫ് പീക്കായിട്ടുള്ള ക്രീമായിരിക്കണം എടുക്കേണ്ടത്. ആദ്യം തന്നെ ഈ ഒരു കളറാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത പെറ്റൽ നോസിലാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ഒറ്റ ലൈൻ മാത്രം കേക്കിൻ്റെ ബോട്ടിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ഐസിംഗ് ബാഗ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡിസൈൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ മെൽറ്റ് ആവാതെ നിൽക്കും. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു പിങ്ക് കളറിലുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് നോസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കേക്കിന് ഒരു കളർ ചേഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ് പിങ്ക് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിനൊന്നും ഈ ഒരു ക്രീം യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നോസിലില്ലാത്ത പൈപ്പ് ബാഗിലേക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് 2 ലൈൻസ് സൈഡിലും മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഐസ് നൈഫ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൽ നിന്നും ചേഞ്ച് ആക്കി ഈ ഒരു 2 കളറിൻ്റെ ഷെയ്ഡ്സിലാണ് കേക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഐസ് നൈഫ് യൂസ് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഐസ് നൈഫ് തുടച്ചിട്ട് വേണം നമുക്ക് സൈഡിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വയലറ്റ് കളറ് മുകളിലേക്കായി പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഐസ് നൈഫ് ഒന്ന് കുത്തനെ തന്നെ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ 2 ഷെയ്ഡഡായിട്ടുള്ള സൈഡായിരിക്കും കേക്കിൻ്റെ സൈഡായിരിക്കും കിട്ടുന്നത്. നമ്മൾ സ്മൂത്താക്കി ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത ആ ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ഒരു റോസസാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീം ഫ്ലവർ നെയിലിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ഒരു പെറ്റൽ നോസിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സ്റ്റിഫ് ക്രീം ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പെറ്റലിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുക്കാം. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നത് ഒരു വലിയ സൈസിലാണ്. അപ്പോൾ അത് സെൻട്രലായി വരുന്ന രീതിയിൽ ഒരു 5 ഫ്ലവേഴ്സാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മീഡിയം സൈസിലും പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് 2 സ്മോൾ സൈസിലാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഡാർക്ക് കളറിലൊക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഫ്ലവർ പൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെൽറ്റായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം വേഗം കളർ മിക്സ് ചെയ്ത് പൈപ്പ് ബാഗിലേക്കാക്കി ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ, ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡിസൈനിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇതേപോലത്തെ ഈ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടും. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ പൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ജെൽ കളർ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ജെൽ കളറൊക്കെ യൂസ് ചെയ്ത് ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്ത് പൈപ്പ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള റോസസ് പൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലീവ്സും കൂടെ പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ലീഫ് നോസിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് ബാഗിൻ്റെ അറ്റത്ത് ചെറുതായി ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ലീവ്സാണ് ഞാനിങ്ങനെ അടുക്കിയായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ടും പിന്നീട് ഈ ഒരു ഡിസൈൻ ഒരു ഹാഫ് സർക്കിൾ പോലെയുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് ഫ്ലവറിൻ്റെ അറ്റത്തേക്കായിട്ട് ഇതേപോലെ 2 സൈഡിലേക്കും പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിയും. ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി 3 സൈസിലുള്ള വൈറ്റ് ഷുഗർ ബോൾസും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് എമൗണ്ട് ചെറിയ സൈസിലുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലും കുറഞ്ഞ എമൗണ്ടിൽ അതിൻ്റെ മീഡിയം സൈസിലുള്ളതും പിന്നീട് വലിയ ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്ത് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ടോപ്പേഴ്സ് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റിലോ അല്ലെങ്കിൽ പൈപ്പ് ചെയ്തോ വിഷസൊക്കെ എഴുതി നമുക്ക് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ശരിക്കും കാണാൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്.
റോസസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൈപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.